ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീ വിശാഖ് വി എൻ്റർടൈൻമെൻറ്റ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് നമ്മുടെ റെനോഡോ ഷോറൂമിലാണ്. ഇപ്പോൾ ഈ ഒരു കൈഗറിൻ്റെ വീഡിയോസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. പക്ഷേ ഈ കിടക്കുന്ന വേരിയൻറ്റ് നമ്മൾ ചെയ്തിട്ടില്ലായിരുന്നു. അതായത് ഈ കിടക്കുന്നത് തേർഡ് വേരിയൻ്റ് ആണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് CVT ഒക്കെ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ കിടക്കുന്നത് CVT മോഡൽ കൂടിയാണ്. നമ്മളിതിൻ്റെ വീഡിയോ ചെയ്യാത്തത് കൊണ്ടും ഈ ഒരു വേരിയൻറ്റ് നമ്മൾ ചെയ്തിട്ടില്ല ഇതുവരെ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വണ്ടി ഇന്ന് എടുത്തത്. അപ്പോൾ ഇവിടെ കിടന്നത് CVT മോഡൽ കൂടിയാണ്. CVT മാനുവൽ എല്ലാം ഈ ഒരു തേർഡ് വേരിയൻറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് റേഞ്ചൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെ ആയിരിക്കും. കാര്യം ഏറ്റവും ബേസ് മോഡൽ വേണമെങ്കിൽ വെറും 7,16,000 രൂപ മാത്രമേ ഈ വാഹനത്തിൻ്റെ ബേസ് മോഡൽ നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ ഓൺ റോഡ് പ്രൈസ് വരുന്നുള്ളൂ. അപ്പം ഒരു 7 ലക്ഷം രൂപ ബഡ്ജറ്റുള്ള ഒരു കസ്റ്റമർ സംബന്ധിച്ചിടത്തോളം ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു SUV വാഹനം തന്നെയാണ് ഈ കിടക്കുന്നത്. ഒതൻറ്റിക് എന്നതാണ് ഏറ്റവും ബേസ് മോഡൽ. എവല്യൂഷൻ എന്നതാണ് സെക്കൻഡ് വേരിയൻറ്റ്. 8 ലക്ഷം രൂപയാണ് അതിന് ഓൺ റോഡ് വരിക. മാനുവലിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. പിന്നെ കിടക്കുന്നതാണ് ടെക്നോയ്ക്ക് 918, അതായത് ഈ കിടക്കുന്നത് ടെക്നോ വേരിയൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ മാനുവൽ വേരിയൻ്റ് ആണ് വേണ്ടതെങ്കിൽ 918 ആണ് ഓൺ റോഡ് വരുന്നത്. അപ്പോൾ ഇനി ഓട്ടോമാറ്റിക്കിൻ്റെ ഒക്കെ പ്രൈസ് പറഞ്ഞു തരാം. ടോപ്പ് എൻഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 10-19 ഓൺ റോഡ് പ്രൈസ് വരും. ഇമോഷൻ എന്നാണ് ഏറ്റവും ടോപ്പ് എൻഡിൻ്റെ പേര് നമുക്ക് വരുന്നത്. 4 വേരിയൻറ്റിൻ്റെ പ്രൈസ് കേട്ടല്ലോ, അതായത് മാനുവലിൻ്റെ പ്രൈസ് കേട്ടല്ലോ. ഈ കിടക്കുന്നത് ടെക്നോയാണ്. 918 ആണ് ഓൺ റോഡ്. ഇനി നമുക്ക് AMDയിലേക്ക് കിടക്കാം. AMD നമുക്ക് 2 വേരിയൻസിൽ വരുന്നുണ്ട്. അതായത് സെക്കൻഡ് വേരിയൻറ്റിലും തേർഡ് വേരിയൻറ്റിലുമാണ്. സെക്കൻഡ് വേരിയൻറ്റിലും പിന്നെ ഈ ഒരു വേരിയൻറ്റിലും നമുക്ക് AMD നമുക്ക് വരുന്നുണ്ട്. എവല്യൂഷൻ എന്ന സെക്കൻഡ് വേരിയൻറ്റ് AMD ആണെങ്കിൽ 8,56,000. മാനുവലിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞത് 8 ലക്ഷവും AMDയുടെ പ്രൈസ് 8,56,000. അപ്പോൾ ഈ കിടക്കുന്ന ടെക്നോയിലും AMD നമുക്ക് വരുന്നുണ്ട്. ഇതിൻ്റെ മാനുവൽ എത്ര ഞാൻ പറഞ്ഞത് ടെക്നോടത് 918. അപ്പോൾ ഇതിൻ്റെ AMD ആണെങ്കിൽ 973 ആണ് വരുന്നത്. 918 മാനുവൽ, 973 AMD. ഇനിയിപ്പോൾ നമുക്കറിയേണ്ടത് CVT ആണ്. അപ്പോൾ CVT നമുക്ക് 2 വേരിയൻസിലാണ് CVT നമുക്ക് കിട്ടുന്നത്. ടെക്നോയിലും വരുന്നുണ്ട്, അതേപോലെ എമോഷനിലും നമുക്ക് CVT അവൈലബിൾ ആണ്. അപ്പോൾ ടെക്നോ, അതായത് CVT സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ വേരിയൻറ്റ് മുതലാണ്. ഈ കിടക്കുന്ന ടെക്നോ മുതലാണ് CVT നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. 11,12,000 രൂപയാണ് അതിൻ്റെ ഓൺ റോഡ് പ്രൈസ് നമുക്ക് വരുന്നത്. അപ്പം ഈ ഒരു വേരിയൻറ്റ് ഇപ്പോൾ 3 വേരിയൻസുകൾ നമ്മൾ പറഞ്ഞു. അതായത് ടെക്നോയിൽ തന്നെ 3 ഓപ്ഷൻസ്. മാനുവൽ നമ്മൾ പറഞ്ഞു, നോർമൽ എനർജി എഞ്ചിനിൽ മാനുവൽ ഓപ്ഷൻ വരുന്നുണ്ട് 918. അല്ല AMD ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ 973 പറഞ്ഞു. ഇനി CVT ആണ് ഈ ഒരു വേരിയൻറ്റിൽ നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ 11-12 ഞാൻ പറഞ്ഞു. അപ്പം ഈ ഒരു 3 മോഡൽസും നമുക്ക്, അതായത് ഈ ഒരു 3 ടൈപ്പ് ഓപ്ഷൻസും ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് വരുന്നുണ്ട്. പ്രൈസ് കേട്ടല്ലോ. ഇനി ഏറ്റവും ടോപ്പ് എൻഡ് CVT, അതായത് ഇമോഷൻ എന്ന ടോപ്പ് എൻഡ് CVT ആണ് വേണ്ടതെങ്കിൽ 12,81 ഓൺ റോഡ് വരും. ഇപ്പോൾ ടെർബോ മാനുവൽ കൂടി നമുക്ക് വരുന്നുണ്ട്. ടെർബോ മാനുവൽ ഇപ്പോൾ നമുക്ക് ഒരു വേരിയൻറ്റിലേ വരുന്നുള്ളൂ, ടോപ്പ് എൻഡിൽ മാത്രമാണ് വരുന്നത്. അതിൻ്റെ നമുക്ക് ഒരു ഓൺ റോഡ് പ്രൈസ് വരും 11,11 ഓൺ റോഡ് വരുന്നത്. കേട്ടല്ലോ പ്രൈസ്. അപ്പം വലിയ ബഡ്ജറ്റൊന്നും ഇല്ലാത്ത കസ്റ്റമർ ആണെങ്കിൽ ഇതിൻ്റെ ബേസ് മോഡലിലേക്ക് പോകാം. ഒരു 7-16 ഓൺ റോഡ് വരുന്നുള്ളൂ. നല്ല ചെറിയ ഡൗൺ പേയ്മെൻറ്റിൽ തന്നെ വലിയ EMI ഒന്നും വരാതെ തന്നെ ഒരു 10 രൂപയ്ക്കകത്തുള്ള EMI ഒക്കെ നിങ്ങൾക്ക് വരുള്ളൂ. ഒരു 50-60 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം സിവിൽ സ്കോറൊക്കെ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കിക്കൊണ്ട് പോകാനേ ഉള്ളൂ. 7 വർഷത്തേക്ക് ഒരു 9,000-10,000 ഇടയ്ക്കുള്ള EMI മാത്രമേ നിങ്ങൾക്ക് വരികയും ഉള്ളൂ. ഒരു 1-1.5 ലക്ഷമോ ഡൗൺ പേയ്മെൻറ്റ്, 2 ലക്ഷമോ ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ വലിയ EMI വരില്ല. അഫോർഡബിൾ ആയിട്ടുള്ള EMIയിൽ സ്വന്തമാക്കാനും കൊണ്ട് നടക്കാനും പറ്റും. ബേസ് മോഡൽ പോലെ ബ്ലാക്ക് കളറൊക്കെ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ, ഞാൻ ഇന്നലെ ഇട്ട വീഡിയോയിൽ കുറേ പേര് കമൻറ്റ് ചെയ്തേക്കുന്നത് ഞാൻ കണ്ടു. എനർജി ഇല്ലല്ലോ, ലാസ്റ്റ് പീരീഡിൽ വന്ന് ക്ലാസ് എടുക്കുന്ന പോലെ ആയിപ്പോയെന്ന കമൻറ്റുകളൊക്കെ ഞാൻ കണ്ടിരുന്നു. ഇന്നലെ അത്യാവശ്യം ശരീരത്തിന് അത്ര സുഖമില്ലായിരുന്നു, അതുകൊണ്ടാണ് അത്ര എനർജി കുറവായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ ഇടുന്നത് കൊണ്ട് വീഡിയോ മുടക്കാതെ ഇടാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ഞാൻ പെട്ടെന്ന് പോയി എടുത്തെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് വീണ്ടും തിരിച്ചു വരാം. അപ്പോൾ ഡൗൺ പേയ്മെൻ്റ് ഒക്കെ പറഞ്ഞല്ലോ. ഇനി ഇതിനകത്ത് എന്തൊക്കെ ഫീച്ചേഴ്സ് വരുന്നുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ പഴയതിൽ നിന്ന് പുതിയ വാഹനത്തിലേക്ക് വന്ന സമയത്ത് ലുക്ക് വൈസ് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. പഴയ ലുക്ക് നമുക്ക് അത്ര മോശമാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. നല്ല നീറ്റ് തന്നെയാണ്. നല്ല ഇവിടെ കിടപ്പുണ്ട് വാഹനം കണ്ടോ. അപ്പോൾ ഇതിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം ഓഫറൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം ഞാൻ നേരത്തെ പറഞ്ഞ ഇതിൻ്റെ ബേസ് മോഡലിൻ്റെ പ്രൈസല്ല ഇതിന് വരുന്നത്, കുറച്ചുകൂടി പ്രൈസ് കുറവും ഓഫേഴ്സും വരുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു ഷേപ്പ് വാഹനം വേണമെങ്കിലും കോൺടാക്റ്റ് ചെയ്യാം. അതേപോലെ ട്രൈബറിൻ്റെ നേരത്തെയുള്ള ഷേപ്പ് വാഹനം വേണമെങ്കിലും അതിനും പ്രൈസ് ഇതേപോലെ കുറവ് തന്നെ. 2 മോഡലിനും 2 പ്രൈസാണ്. അപ്പോൾ അതൊരു 2 വാഹനമായിട്ട് തന്നെയാണ് ഇപ്പോൾ നിലവിൽ റെനോ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് പ്രൈസിനകത്ത് ആ ഒരു വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ഓഫറോട് കൂടി വേണം എന്നുള്ളവർക്ക് ഇതിൻ്റെ തന്നെ പഴയ മോഡലിലേക്ക് പോകാം. അപ്പോൾ ഓഫറൊന്നും വേണ്ട, പുതിയ പ്രൈസിലുള്ള വാഹനം വേണമെന്നുള്ളവർക്ക് ഇതിലേക്കും വരാം. ഒരു ഇൻഫർമേഷനാണ് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ 7-16 എന്നുള്ളൊരു ബഡ്ജറ്റ് ഇല്ലാത്തൊരു കസ്റ്റമറാണ് നിങ്ങളെങ്കിൽ 7 ലക്ഷം രൂപയിൽ താഴെ തന്നെ നിങ്ങൾക്ക് ആ ഒരു മോഡലിൻ്റെ ബേസ് മോഡലൊക്കെ ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആണ്. ഓഫറും ഉണ്ട്. അതൊന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ.
ഇതിലേക്ക് വരുന്ന സമയത്ത് ഇപ്പം ഈ ഒരു ഹുഡിൻ്റെ പോർഷനിലൊക്കെ ചെറിയ ഡിസൈൻ വർക്കിനകത്തൊക്കെ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. പെട്ടെന്ന് അറിയാൻ പറ്റത്തില്ല, എന്നാൽ ചെറിയ കുറച്ച് ലൈൻസ് ഒക്കെ ഒന്ന് മാറി എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഒരു ഗ്രില്ലൊക്കെ നമുക്ക് പുതുതായിട്ട് വന്നതാണ്. അതിൽ തന്നെ പുതിയ ലോഗോയും ഒക്കെ കാണാം. ലോഗോ കുറച്ചുകൂടി മനോഹരമാണ്. എനിക്ക് ഈ പുതിയ ലോഗോ വളരെ ഇഷ്ടപ്പെട്ടു. കാര്യം നല്ല എന്താ പറയുക, ഫ്ലാറ്റായിട്ട് തന്നെ പോകുന്നത് കൊണ്ട് തന്നെ. പിന്നെ ഗ്രില്ലിലൊക്കെ നല്ല ഗ്ലോസി ഫിനിഷും ക്രോമും ഒക്കെ വരുന്നുണ്ട്. DRലും ടേൺ ഇൻഡിക്കേറ്ററും ഇവിടെ തന്നെയാണ് വരുന്നത്. കണ്ട ഈ ഒരു പൊസിഷനിൽ തന്നെ വരുന്നുണ്ട്. അത് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. പഴയ വാഹനത്തിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു സെയിം രീതിയിൽ തന്നെയാണ് ആ ഒരു പഴയ മോഡലിലും വന്നേക്കുന്നത്. ഇപ്പോൾ ഹെഡ് ലാമ്പ് കണ്ടോ, ഹെഡ് ലാമ്പിലേക്ക് ഈ ഒരു താഴ്ഭാഗത്ത് ഈ ഒരു ബ്ലാക്ക് ഫിനിഷ്, ഈ ഒരു ഇത്രയും പോർഷൻ ആണ് ഈ ഒരു പുതിയ വാഹനത്തിലേക്ക് വരുന്ന സമയത്ത് വരുന്നില്ല. കണ്ടോ, അത് മാത്രമാണ് ഇവിടുത്തെ ഒരു വ്യത്യാസം. ബാക്കി ഈ ഒരു പാനലൊക്കെ സെയിം തന്നെയാണ്. LED ആണ് ഈ ഒരു തേർഡ് വേരിയൻ്റ് ഹെഡ് ലാമ്പ് വരുന്നത്. ഫോഗ് ലാമ്പിൻ്റെ സ്ലോട്ട് നമുക്ക് എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ട് വന്നിട്ടുണ്ട്. നേരത്തെ അവിടെ നോക്കിയാൽ കാണാം, നേരത്തെ ഉള്ള വാഹനത്തിൽ ഫോഗ് ലാമ്പിൻ്റെ ഒരു ഓപ്ഷൻ അവിടെ വരുന്നില്ല. ഈ ഒരു വാഹനത്തിലേക്ക് വന്ന സമയത്ത് അത് ആഡ് ഓൺ ആയിട്ട് വന്നു. പിന്നെ ഈ ഒരു ഗ്ലോസി ഫിനിഷും ഒക്കെ താഴ്ഭാഗത്ത് വലിയ രസവും അത്യാവശ്യം നല്ല രസമുണ്ട് കാണുന്നതിന് വേണ്ടിയിട്ട്. വേറെ ഒന്നുമില്ല ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ പറയാനായിട്ട്. സൈഡ് പ്രൊഫൈലിൽ നമുക്ക് ഈ ഒരു പഴയ മോഡലുമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ പറ്റില്ല. ഏകദേശം സെയിം തന്നെയാണ് കാര്യങ്ങളൊക്കെ. പിന്നെ ഒരു മാറ്റം സംഭവിച്ചത് ഈ ഒരു വീൽ കപ്പിൻ്റെ പാറ്റേണും അങ്ങനെയുള്ള കുറച്ച് അലോയ് വീൽ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളിലൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇതിനപ്പോൾ വീൽ കപ്പ് എന്നല്ല നമ്മൾ പറയൽ, ഫ്ലെക്സി വീൽസ് എന്നാണ് ഒരുവിധപ്പെട്ട എല്ലാ ബ്രാൻഡ്സിലും അത് പറയൽ. അപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് സംഭവം വീൽ കപ്പാണ്, പക്ഷേ അലോയ് ആണെന്നേ പറയുകയുള്ളൂ. കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നത് വീൽ കപ്പാണെന്ന് മനസ്സിലാവുന്നല്ല, പെട്ടെന്ന് ഒരു ഒറ്റ നോട്ടത്തിൽ അലോയ് ആണെന്നേ പറയുകയുള്ളൂ ഇത് കാണുന്ന സമയത്ത്. ഇപ്പോൾ ഇത് എല്ലാ ബ്രാൻഡ്സിലും ഇത് വന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരുവിധം എല്ലാവർക്കും അറിയാം, അത്ര മാത്രമേ ഉള്ളൂ. പക്ഷേ കൊള്ളാൻ നല്ല രസമുണ്ട് കാണുന്നതിന് വേണ്ടിയിട്ട്. ഒരു ബ്ലാക്ക് ഫിനിഷും അതേപോലെ കുറച്ച് ഒരു ഗ്ലോസി ഫിനിഷും ഒക്കെ വരുന്നുണ്ട്. 16 ഇഞ്ചാണ് ടയർ സൈസ് വരുന്നത്. 195/60R16 ആണ് ഇതിൻ്റെ ടയർ പ്രൊഫൈൽ കമ്പനി കൊടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ തേർഡ് വേരിയൻ്റ് ആണല്ലോ. സെക്കൻഡ് വേരിയൻറ്റിൽ വരുന്ന വീൽ കപ്പ്, സെക്കൻഡ് വേരിയൻറ്റിലും ബേസ് മോഡലിലും ഇതേപോലുള്ള വീൽ കപ്പാണ് നിലവിൽ അവർ കൊടുത്തേക്കുന്നത്. കണ്ടോ, ഈ ഒരു രീതിയിലുള്ള വീൽ കപ്പാണ് കമ്പനി കൊടുത്തിട്ടുള്ളത്. അതും കുറച്ച് നീറ്റ് തന്നെയാണ് ആ ഒരു ഡിസൈൻ പാറ്റേൺ കാണുന്നതായിട്ട്. ഇതിപ്പോൾ കിടക്കുന്നത് എനിക്ക് തോന്നുന്നു ഇതൊരു സെക്കൻഡ് വേരിയൻ്റ് ആണെന്ന് തോന്നുന്നു. ഈ കിടക്കുന്ന വാഹനം സെക്കൻഡ് വേരിയൻ്റ് ആണ്. അപ്പോൾ സെക്കൻഡ് വേരിയൻറ്റിൽ തന്നെ ഷാർപ്പിൻ ആൻറ്റിനെയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഒരു ആൻറ്റിന ഈ ഒരു രീതിയിലാണ് റൂഫ് റെയിൽ, ആൻറ്റിനല്ല റൂഫ് റെയിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നീറ്റ് തന്നെയാണ് ഈ ഒരു സെക്കൻഡ് വേരിയൻറ്റിലെ വീൽ കപ്പൊക്കെ എടുത്താലും. അപ്പോൾ അവിടെ തന്നെ വീണ്ടും നമുക്ക് ഇവിടേക്ക് വരാം. അപ്പോൾ ഇതിൽ തേർഡ് വേരിയൻറ്റിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു രീതിയിലാണ് റൂഫ് റെയിലും കാര്യങ്ങൾ വരുന്നത്. വേണമെങ്കിൽ അത്യാവശ്യം വെയിറ്റും കാര്യങ്ങളും ക്യാരി ചെയ്യാനും പറ്റും. അവിടെ തന്നെ റിയർ പ്രൊഫൈലിലേക്ക് വരാം. പ്രത്യേകിച്ച് കാര്യങ്ങളും വേറെ ഒന്നുമില്ല നമുക്ക് അവിടെ പറയാനായിട്ട്. റിയർ പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ലൈറ്റിൻ്റെ ഒരു കളർ തീമിലൊക്കെ ചെറിയ ചേഞ്ച് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചുകൂടി ലൈറ്റ് ആയിട്ടുണ്ടായിരുന്നു. എന്നാൽ അവിടേക്ക് നോക്കുന്ന സമയത്ത് മനസ്സിലാവും അത് കുറച്ചുകൂടി എന്താണ് അത്ര ലൈറ്റ് അല്ല ആ ഒരു കളർ കണ്ടോ കാണുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതൊരു ചേഞ്ച് സംഭവിച്ചു. പിന്നെ ഈ ഒരു ഗ്ലാസ് ഏരിയ ഈ ഒരു പോർഷനൊക്കെ നിങ്ങൾ രണ്ട് വാഹനത്തിൽ നോക്കിക്കഴിഞ്ഞാലും സെയിം തന്നെയാണ്. പ്രത്യേകിച്ച് യാതൊരുവിധ വ്യത്യാസങ്ങളുമില്ല. തേർഡ് വേരിയൻറ്റിൽ ഡീഫോഗർ ഇല്ല, പക്ഷേ റിയർ വൈപ്പർ അവർ കൊടുത്തിട്ടുണ്ട്. ഷാർപ്പിൻ ആൻറ്റിന തന്നെ വരുന്നുണ്ട്. പുതിയ ലോഗോയും കൈഗറിൻ്റെ ഒരു ബ്രാൻഡിങ്ങും കാണാം. പിന്നെ ബമ്പർ ഫുള്ളി റീഡിസൈൻ ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഡിസൈൻ പാറ്റേണൊക്കെ ഫുള്ളി മാറ്റിയിട്ടുണ്ട്. അവിടെ നോക്കുമ്പോൾ മനസ്സിലാവും. കണ്ടോ, ആ ഒരു ഡിസൈൻ പാറ്റേണേ അല്ല ഈ ഒരു പോർഷനിലേക്ക് വരുന്ന സമയത്ത്. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ലോഗോയും ആ ഒരു പുതിയ ലെറ്ററിങ്ങും ഒക്കെ അവർ കൊണ്ടുവന്നു. ലൈറ്റ് ചെറുതായിട്ടൊന്ന് ഫുള്ളി ഡിസൈൻ മാറ്റിയിട്ട് അതിൻ്റെ ആ ഒരു അകവശമൊക്കെ കുറച്ച് അവർ റീഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പാഴ്സൽ ട്രേ വരുന്നുണ്ട്. 60/40 സ്പ്ലിറ്റിംഗ് വരുന്നുണ്ട്. സ്പെയർ ടയർ ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഉണ്ട്. സ്പെയർ ടയർ വരെ കൊടുത്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ നമുക്ക് അവിടെ പറയുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ രണ്ട് വാഹനങ്ങൾ നമുക്ക് ഈ അടുത്തടുത്ത് കിടന്നത് കൊണ്ട് തന്നെ കുറച്ച് പെട്ടെന്ന് പറയാൻ പറ്റിയതാണ്. ഇത് രണ്ടും സെക്കൻഡ് വേരിയൻറ്റ് തന്നെയാണ് ഈ കിടക്കുന്നത്. കണ്ട, ഈ രണ്ട് മോഡലും സെക്കൻഡ് വേരിയൻ്റ് ആണ്. അതിൻ്റെ രണ്ടിൻ്റെ റിയർ പ്രൊഫൈൽ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അത്രേ ഉള്ളൂ നമുക്ക് അവിടെ പറയാനായിട്ട്. നേരെ ഇനി അകത്തേക്ക് കയറാം. ഡോർ പാടൊക്കെ നോക്കുന്ന സമയത്ത് ലൈറ്റാണ് കളർ തീമൊക്കെ കാണാം. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും 4 ഡോർ പവറിൻ്റെയും വരുന്നുണ്ട്. കൂടാതെ മിറർ ഫോൾഡിംഗ് ഓപ്ഷനും എല്ലാം നൽകിയിട്ടുള്ളത് കാണാം. സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ ഈ ഒരു വേരിയൻറ്റിൽ കമ്പനി നൽകിയിട്ടുണ്ട്. നല്ലൊരു കാര്യം തന്നെയാണ്. അതേപോലെ സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. സീറ്റിൻ്റെ കളർ തീം കണ്ടോ, ഫുൾ ലൈറ്റും അതേപോലെ ഡാർക്കും ഒരു കളർ തീമാണ് സീറ്റ്സിലൊക്കെ കമ്പനി നൽകിയിട്ടുള്ളത്. ഫ്രണ്ടിലെ ഹെഡ് റെസ്റ്റ് രണ്ടും അഡ്ജസ്റ്റബിൾ തന്നെയാണ് ഫ്രണ്ട് പോർഷനിലായിട്ട് കമ്പനി നൽകിയിട്ടുള്ളത്. ഇതാണ് കീ വരുന്നത്. വളരെ സ്ലിം ആയിട്ടുള്ള കീ ആണ്. പോക്കറ്റൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് കൊണ്ട് നടക്കാനായിട്ട് പറ്റുന്നതാണ്. ജസ്റ്റ് നമുക്ക് അകത്തേക്ക് അങ്ങോട്ട് ഇരിക്കാം. അകത്തേക്ക് ഇരിക്കാം. ഇത് ഡോർ നടച്ചതാണ്. വണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തോട്ടെ. പുഷ് ബട്ടൺ സ്റ്റാർട്ടാണ്. ഈ ഒരു പോർഷനിലാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് CVT ആണ് വാഹനം വരുന്നത് എന്ന് പറഞ്ഞു. ജസ്റ്റ് ഇത് കുറച്ചിട്ട് പ്രൈസും കാര്യങ്ങളൊക്കെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഈ ഒരു സെൻട്രൽ ടണലിൻ്റെ തുടക്കത്തിലും കാണിച്ചേക്കാം. എന്നാൽ പിന്നെ കണ്ടോ, ഈ ആംബ്രസ്റ്റ് അവർ കൊടുത്തിട്ടുണ്ട്. സോഫ്റ്റ് ആയിട്ടുള്ളതാണ് കൊടുത്ത് വരുന്നത്.
സ്റ്റോറേജ് സ്പേസ് ഒക്കെ നല്ല രീതിയിൽ വരുന്നുണ്ട്. എനിക്കൊന്ന് ഓപ്പൺ ചെയ്യാം. അതെ നല്ല രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസ് കൊടുത്ത് ആവശ്യമില്ല എങ്കിൽ അത് ക്ലോസ് ചെയ്ത് വെക്കാനും പറ്റും. ഹാൻഡ് ബ്രേക്കിൻ്റെത് ഈ ഒരു പോർഷനിലായിട്ട് വരുന്നു. പാർക്ക്, റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ് ആ ഒരു രീതിയിലൊക്കെ കൺട്രോളിങ് യൂണിറ്റും ആ ഒരു ഗിയർ ബോക്സിൻ്റെ അതെല്ലാം കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് ഒക്കെ അവിടെ വരുന്നു. പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നു. ചാർജിങ് സോക്കറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കാണ് ക്ലൈമറ്റ് കൺട്രോൾ വരുന്നത്. ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറ എന്നിട്ട് നോക്കിക്കോട്ടെ. ഈ ഒരു രീതിയിൽ അതിൻ്റെ വ്യൂവും റിവേഴ്സ് ക്യാമറയ്ക്ക് അവർ കൊടുത്തിട്ടുണ്ട്. മോശമല്ലാത്ത ഒരു വ്യൂ വരുന്നുണ്ട്. അപ്പോൾ ഡാഷ്ബോർഡിൻ്റെ ഒരു കളർ തീം നോക്കിക്കഴിഞ്ഞാൽ ഫുള്ളി ഒരു ഡാർക്കായിട്ടുള്ള കളർ തീമും കുറച്ച് ലൈറ്റ് കളേഴ്സ് ഒക്കെ നൽകിയിട്ടുണ്ട്. ടോപ്പിലായിട്ട് സ്റ്റോറേജ് സ്പേസ്, താഴ്ഭാഗത്തും ഗ്ലോ ബോക്സിൽ നല്ല സ്റ്റോറേജ് സ്പേസ്, സ്റ്റിയറിംഗിൽ തന്നെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പുതിയ ലോഗോയൊക്കെ കാണാം. ഫുള്ളി ഡിജിറ്റലാണ് ക്ലസ്റ്റർ കമ്പനി കൊടുത്തിട്ടുള്ളത്. വേറെ കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു ഡാഷ്ബോർഡിനെ കുറിച്ച് നമുക്ക് പറയാനായിട്ട് അത്യാവശ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കമ്പനി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വേരിയൻറ്റിൽ LED ലൈറ്റ് കാണാം. ടോപ്പിലായിട്ട് സെൻട്രൽ പോർഷനിലായിട്ടും ലൈറ്റ് നൽകിയിട്ടുണ്ട്. മിറർ യൂണിറ്റ് വരുന്നു. ടിക്കറ്റ് ഹോൾഡർ അവർ കൊടുത്തു. വേറെ ഒന്നുമില്ല നമുക്ക് ഈ ഒരു പോർഷനിൽ പറയാനായിട്ട്. റിയർ പ്രൊഫൈൽ അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഓൾറെഡി നമ്മളിതെല്ലാം കാണിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ സ്പേസ് എത്രയാണ്. പിന്നെ പറയേണ്ടതുണ്ട് റിയർ AC വെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ചാർജിങ് സോക്കറ്റ് വരുന്നുണ്ട്. ജസ്റ്റ് തൈ സപ്പോർട്ട് നോക്കിക്കോട്ടെ. തൈ സപ്പോർട്ടുണ്ട്. നല്ല രീതിയിൽ തൈ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. കുഴപ്പമില്ല. ലെഗ് റൂമൊക്കെ ഉണ്ട്. സീറ്റ് ഞാൻ അറേഞ്ച് ചെയ്തിട്ടേക്കൊന്നുമല്ല. എന്നിരുന്നാലും സ്പേസ് കിട്ടുന്നുണ്ട്. 6 എയർ ബാഗ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. സെൻറ്ററായിട്ട് ലൈറ്റിൻ്റെ ആരെയൊക്കെ ഞാൻ പറഞ്ഞു. അഡ്ജസ്റ്റബിൾ ആണ്. ഹെഡ് റെസ്റ്റും ഒക്കെ കമ്പനി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വേറെ ഒന്നുമില്ല നമുക്ക് ഇവിടെ പറയാനും. ഇപ്പോൾ ടെർബോയിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് കുറച്ചുകൂടി എൻജിൻ പവറൊക്കെ കൂടുതലാണ്. നമുക്ക് എൻജിൻ റൂം ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇതിനകത്ത് 2 എൻജിൻ ഓപ്ഷൻ നമുക്ക് വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. നമുക്ക് എനർജി എൻജിനും ഉണ്ട്, അതേപോലെ ടെർബോയും നമുക്ക് വരുന്നുണ്ട്. ഇപ്പോൾ എനർജി എൻജിൻ്റെ പവർ ഫിഗർ എല്ലാവർക്കും അറിയാം. 1 ലിറ്റർ 3 സിലിണ്ടർ തന്നെയാണ് എൻജിൻ വരുന്നത്. അപ്പോൾ അതിലേക്ക് ഒരു സമയത്ത് ഒരു 72 PS 96 Nm ടോർക്കും ആ രീതിയിൽ ഒരു 20-നടുത്ത് മൈലേജും. ടെർബോയിലേക്ക് പോകുന്ന സമയത്ത് നോർമൽ എൻജിന് 72 bhp അവർ കൊടുത്തപ്പോൾ ടെർബോ ആണെങ്കിൽ അവിടെ എന്താ പറയുക 100 bhp ആണ് വരുന്നത്. അപ്പം ആ ഒരു പവറിനകത്ത് ആ ഒരു വ്യത്യാസം വരുന്നുണ്ട്. 96 Nm ടോർക്കാണ് നോർമൽ എൻജിൻ എന്നുണ്ടെങ്കിൽ ടെർബോ CV തുടങ്ങിയതിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് ഏകദേശം ഒരു 150 to 160 ആ ഒരു രീതിയിൽ ടോർക്ക് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ 160 അടുപ്പിച്ച് ടോർക്ക് നമുക്ക് വരും. അപ്പോൾ ജസ്റ്റ് വേണം എൻജിൻ റൂം കാണിച്ചേക്കാം. അപ്പോൾ ഇൻസുലേഷൻ കൊടുത്തിട്ടുണ്ട്. ഇൻസുലേഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളതായിട്ട് കാണാം. അത്യാവശ്യം സ്പേഷ്യസുമാണ്. പ്രത്യേകിച്ച് അങ്ങനെ കാണിക്കേണ്ട കാര്യമൊന്നും ഇല്ല. അപ്പോൾ കണ്ടല്ലോ, ഇതാണ് ഈ ഒരു തേർഡ് വേരിയൻറ്റിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഈ ഒരു തേർഡ് വേരിയൻറ്റിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് നോർമൽ മാനുവൽ, AMT, CVT 3 ഉണ്ട്. എല്ലാത്തിൻ്റെയും പ്രൈസ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടമാണ് ഏത് വേണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്താണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് എനർജി എൻജിനാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്ത്യയിൽ ചെയ്ത സമയത്ത് നമ്മൾ CVTയുടെയും കാണിച്ചു. അപ്പോൾ ആ ഒരു രീതിയിൽ ചെറിയൊരു വ്യത്യാസങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരുന്നുള്ളൂ. വേറെ ഒന്നുമില്ല പറയാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതേപോലെ തന്നെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം. അതുപോലെ എല്ലാ കൂട്ടുകാർക്കും ബൈ.